ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്, അതായത് വെജിറ്റബിൾ ബ്രെഡ് റോൾ. ഇത് ചെയ്യാനായിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഇപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലകളൊക്കെ കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് യോജിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് റോൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ബ്രെഡ് പൊട്ടിപ്പോകാതെ പതുക്കെ വേണം എന്നിട്ട് പിഴിഞ്ഞു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ആ ഷേപ്പ് വരുന്ന വരയ്ക്കും ഇതൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ റോൾ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ എല്ലാ ബ്രെഡ് റോളും റെഡിയാക്കി വെക്കണം. ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. ഒരുപാട് നേരം വെള്ളത്തിൽ മുക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് റോൾ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ബ്രെഡും നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് റോള് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ നല്ല ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ ബ്രെഡ് റോളും റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബ്രെഡ് റോൾ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസിനെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.